ഹായ്, നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദീർഘദൂര യാത്രയുടെ വീഡിയോ ആണ് ഇന്നു മുതൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ചരിത്ര താളുകളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞ നിസാമിൻ്റെ നാട്ടിലേക്ക് ഒരു യാത്ര. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലുണ്ടാകുന്ന വീഡിയോസൊക്കെ നിസാമിൻ്റെ നാട്ടിൽ നിന്നുള്ള അത്യപൂർവമായിട്ടുള്ള ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കാം. നമ്മൾ കോട്ടയത്തു നിന്നാണ് ഹൈദരാബാദിലേക്ക് ട്രെയിൻ കയറുന്നത്. ശബരി എക്സ്പ്രസ്സിനാണ് നമ്മൾ പോയത്. എല്ലാ തവണത്തെ പോലെ ഈ യാത്രയിലും നദാൻകുട്ടനായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. മെയിൻ പാർട്ട് ട്രെയിൻ യാത്രയാണ്. നമ്മൾ ഒരു ദിവസത്തിലധികം നമ്മൾ ട്രെയിനിൽ ചിലവഴിക്കുന്നു എന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എക്സൈറ്റിംഗ് പാർട്ടായിരുന്നു. ബിക്കോസ് നമ്മൾ കോട്ടയത്ത് നിന്ന് തിരുവല്ലയ്ക്ക് പോവുക, കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം പോവുകയൊക്കെ ചെയ്താൽ കുറച്ച് അവേഴ്സ് മാത്രമേ നമ്മൾ അതിൽ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പം പുള്ളിക്ക് ഒരു വോൾ ഡേ അതിൽ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ യാത്രയിൽ നമ്മുടെ അതേ കോച്ചിൽ തന്നെയാണ് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം നദാൻകുട്ടൻ കാരണമാണ് ശരിക്കും നമ്മൾ അവരുമായിട്ട് അത്രയും കണക്റ്റഡ് ആയത്. ശ്രീകുമാരി ആൻറ്റി, ശാന്ത ആൻറ്റി, ഗോപിനാഥ് അങ്കിള്, ഗോകുല്, അഖില, അതുപോലെ തന്നെ ഗിരീഷ് സാറ് പട്ടാളത്തിൽ ആർമിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ഓൺ ദ വേയിൽ നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്തത്. നമ്മൾ ഫുഡൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ തെലങ്കാനയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മുത്തുകളുടെയും പവിഴങ്ങളുടെയൊക്കെ നാടെന്നറിയപ്പെടുന്ന തെലങ്കാനയുടെ ഒരു ക്യാപിറ്റലായിട്ടാണ് ഹൈദരാബാദ് ഉള്ളത്. ഈ ഹൈദരാബാദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഹിന്ദു ആർക്കിടെക്ചറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡിങ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ചരിത്രത്തിൻ്റെ ഒത്തിരി ഇൻസിഡൻസിന് മൂകസാക്ഷിത്വം വഹിച്ച ഒരു നാടാണ് ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത്. ആദ്യം ഈ ഹൈദരാബാദ് ഭാഗനഗരം അല്ലെങ്കിൽ ഭാഗ്യനഗരം അല്ലെങ്കിൽ ഭാഗമതിയുടെ പേരിലൊക്കെയാണ് ഈ ഹൈദരാബാദ് അറിയപ്പെട്ടിരുന്നത്. ഇത് ശരിക്കും കുത്തബ് ഷാഹിദി രാജവംശത്തിൻ്റെ കീഴിലാണ് ഈ ഹൈദരാബാദ് ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കുന്നത്. അതിൻ്റെ ഒരു നഗരം ഏറെ ശക്തിപ്പെടുന്നതൊക്കെ ആ കാലഘട്ടത്താണ്. നമുക്ക് ഹ്യൂമാനിറ്റീസൊക്കെ പഠിക്കുന്ന സമയത്തറിയാം, മുസൂരി പട്ടണ ഉടമ്പടിയിലൊക്കെ ഒപ്പുവെക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ചാർമിനാർ, ബിർള മന്ദിർ, ചൗമാല മന്ദിർ, അതുപോലെ തന്നെ ഗോൽക്കൊണ്ട ഫോർട്ട്, അതുപോലെ തന്നെ കോഹിനൂർ രത്നം, ഇതൊക്കെ നമ്മൾ ഹൈദരാബാദിൻ്റെ ഹിസ്റ്ററിയായിട്ട് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മളെ ഈ ട്രെയിൻ യാത്ര ഇത്രയും ബ്യൂട്ടിഫുൾ ആവുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ ഉദ്ദേശിച്ചില്ല. അത് ഇപ്പം ശ്രീകുമാര ആൻറ്റിയുടെ കൂടെയാണ് നദാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ശരിക്കും ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഒന്നിച്ച് ഒരുപോലെ നമ്മൾ യാത്ര ചെയ്യാൻ സാധിച്ചു. ഞങ്ങളുടെ വലിയൊരു ടെൻഷനാണ് എങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സുമായിട്ട് യാത്ര ചെയ്യുക, എങ്ങനെ ഇരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോകുന്നത്, ഇത്ര ഡിസ്റ്റൻസ് എടുക്കുന്നത്, അതും വേറൊരു നാട്ടിലോട്ട് പോകുന്നത്. എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ആക്ച്വലി ആൻറ്റിയൊക്കെ അവിടെ താമസമാക്കിയിട്ട് ഒത്തിരി വർഷത്തിന് മുമ്പേ അവിടെ പോയി സെറ്റിലായ ആൾക്കാരാണ്. അപ്പം അവരും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്ത് എന്തൊക്കെ കാണണം, എങ്ങനെ കാണണം എന്നൊക്കെ. അപ്പോൾ ഹൈദരാബാദിനെ കുറിച്ച് ഒരു ചെറിയൊരു ഒരു പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ പ്ലാനിങ് ഇത്രൂടെ വെൽ മെയിൻറ്റെയിൻഡ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഈ ഫാമിലി തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ് ബാക്കിയുള്ള ഡേയ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഹൈദരാബാദ് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയനിലോ ഒന്നും ചേരാതെ നിന്നിരുന്നു. അവർ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അവർ ഒന്നെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അവർ പാകിസ്ഥാനിൽ ചേരണം എന്ന ആഗ്രഹം തീരുമാനിച്ചാണ്. പക്ഷേ നിസാമിൻ്റെ കാലത്ത് ഓപ്പറേഷൻ പോളോ നടത്തി ഇന്ത്യൻ യൂണിയൻ വളരെ ശക്തിയോടുകൂടി ഈ ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. നമ്മൾ ഏകദേശം പിറ്റേ ദിവസം ഒരു 12 മണി അടുത്താണ് നമ്മൾ ഹൈദരാബാദിലെത്തിയത്. നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പം ആക്ച്വലി ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും അങ്ങോട്ടേക്ക് പോകാതിരിക്കും. ഫ്രം ഒക്ടോബർ ടു ജാനുവരി ഈസ് ഓക്കെ. അതാണ് അവിടുത്തെ നല്ലൊരു ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ ഹയത്തിൽ സ്റ്റേയിൽ ചെന്നു, യൂബർ എടുത്തു. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ചെന്നത്. നമ്മൾ അവിടുത്തെ ബഞ്ചാര ഹിൽസിലുള്ള പാർക്ക് ഹയാത്തിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേ എടുത്തിരുന്നത്. നമ്മളങ്ങനെ നല്ലൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോട്ടലിലെത്തി.
ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പം അതും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ യാത്രയുടെ ക്ഷീണം അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഓക്കെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാമെന്നോർത്ത് നമ്മളങ്ങനെ റൂമിലോട്ട് ചെന്നു. ഈ ഹയാത്ത് പാർക്ക് ഹയാത്ത് ചെയിനിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു ഹോട്ടൽ ആണ്. അപ്പം ഇവിടുത്തെ റൂം അതുപോലുള്ള ഫെസിലിറ്റീസൊക്കെ ഭയങ്കര സൂപ്പർബായിരുന്നു. നമ്മൾ ചെന്നപ്പം നമുക്കൊരു വെൽക്കമിങ് ഇതായിട്ട് ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ നമ്മൾ അവിടുത്തെ ട്രാഫിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തൊന്നും കാണുന്ന ട്രാഫിക്ക് അല്ല എന്ന് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നിട്ടാണ്. അവിടെ നമ്മൾ ഈവനിങ് ഒന്ന് ജസ്റ്റ് നടന്നു. അതിനുശേഷം നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യണം, അവിടെ നിയർ ബൈ ആയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് നമ്മളൊന്ന് ജസ്റ്റ് കണ്ടു. അപ്പം ബാക്കിയുള്ള ഹൈദരാബാദിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.